നമ്മൾ പഠിക്കാൻ പോകുന്നത് കലാ സംസ്കാരം. അതായത് ആ ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പഠിക്കാൻ വരുന്നത്. കല, സംസ്കാരം, സാഹിത്യം, കായികം. അതായത് ഈ 4 ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചു തീർക്കുക. 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ 4 ടോപ്പിക്കിൽ നിന്നാണ് കല, സംസ്കാരം, സാഹിത്യം, കായികം. അപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, സാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറേ അവാർഡുകളൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കായികവുമായി ബന്ധപ്പെട്ട് പ്രധാന കായിക താരങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക വിനോദം, ഇങ്ങനെ മുതലായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സാംസ്കാരികത്തിൽ പ്രധാന ആഘോഷങ്ങളെന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പ്രധാന ആഘോഷങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഘോഷങ്ങൾ അറിയാമോ? കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ആഘോഷങ്ങൾ നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ആഘോഷങ്ങളോ ഉത്സവങ്ങളോ നിങ്ങൾക്കറിയാമോ? വിഷു. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഇതുപോലൊരു ആഘോഷമാണ്. ആ ആഘോഷം അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായ വള്ളംകളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വള്ളംകളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വള്ളംകളി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ടീം അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, വള്ളംകളി മത്സരിക്കുന്നത്. ഓക്കെ, നമ്മൾ തന്നെ പല ടീമുകൾ കാണും. ഒരു ടീമിൽ തന്നെ ഒരുപാട് അംഗങ്ങളൊക്കെ കാണും. അതായത് ലോകത്തിലെ തന്നെ ടീം അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന ഏറ്റവും വലിയ കായിക വിനോദമാണ് വള്ളംകളി എന്ന് പറയുന്നത്. ടീം അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക വിനോദമാണ് ഏതെന്ന് പറയുന്നത്, വള്ളംകളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ആ കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് ടീം അടിസ്ഥാനത്തിൽ ലോകത്തിലെ തന്നെ മത്സരിക്കുന്ന ഏറ്റവും വലിയ കായിക വിനോദമാണ് വള്ളംകളി. പക്ഷേ വള്ളംകളിക്ക് സാധാരണ നമ്മൾ വള്ളംകളിയിൽ വള്ളം തുഴയുന്ന സമയത്തൊക്കെ ഒരു പാട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന പാട്ടെന്താണ്? വള്ളംകളിയിലെ പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് വഞ്ചിപ്പാട്ട്. ഓക്കെ, വഞ്ചിപ്പാട്ടാണ്. സാധാരണഗതിയിൽ വള്ളം കളികളിൽ ഉപയോഗിക്കുന്ന പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് വഞ്ചിപ്പാട്ടാണ്. സാധാരണഗതിയിൽ വള്ളം കളികളിൽ ഉപയോഗിക്കുന്ന പാട്ട് ഏതാണ്? അത് വഞ്ചിപ്പാട്ടാണ്. വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളൊരു കാര്യം. അത് രാമപുരത്ത് വാര്യരാണ്. അതാരാണ്? രാമപുരത്ത് വാര്യരാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവാണ്. രാമപുരത്ത് വാര്യർ. ഓക്കെ, വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് രാമപുരത്ത് വാര്യരാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ്. ഓക്കെ, അപ്പം വഞ്ചിപ്പാട്ടാണ് പ്രധാനമായിട്ടും വള്ളംകളികളിൽ ഉപയോഗിക്കുന്ന ഗാനം അല്ലെങ്കിൽ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഞ്ചിപ്പാട്ടാണ്. ആ വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് രാമപുരത്ത് വാര്യരാണ്. ക്ലിയർ ആകുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആകുന്നുണ്ടോ? ബ്രേക്കായി പോയോ? വോയിസ് ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് ഇത്ര 2 ക്വസ്റ്റിനെ ആകെ പഠിച്ചോളൂ. ഒന്നെന്ന് പറയുന്നത് വള്ളംകളികളിൽ ഉപയോഗിക്കുന്ന പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് വഞ്ചിപ്പാട്ടാണ്. വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാമപുരത്ത് വാര്യരാണ്. നമുക്ക് തന്നെ അറിയാം, സാധാരണഗതികളിൽ വള്ളംകളികളിൽ ഉപയോഗിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളാണ്. ഓക്കെ, അങ്ങനെ പരമ്പരാഗതമായി വള്ളംകളികളിൽ ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പള്ളിയോടങ്ങൾ. സാധാരണഗതിയിൽ വള്ളംകളികൾക്ക് ഉപയോഗിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളാണ്. ഇങ്ങനെ പരമ്പരാഗതമായി വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പള്ളിയോടങ്ങൾ എന്ന് പറയും. എന്താണ് പേര്? പള്ളിയോടങ്ങൾ. സാധാരണഗതിയിൽ വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പള്ളിയോടങ്ങൾ. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളും ക്ലിയർ ആണ്. നമ്മൾ 4ാമതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യമാണ് നമുക്ക് ജോഗ്രഫി. അതായത് കേരള ജോഗ്രഫിയിലൊക്കെ ഒരുപക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കാണും. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ചുണ്ടൻ വള്ളങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യും അറിയാമെന്നുള്ളവർ. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. കുട്ടനാടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. അതായത് കേരളത്തിൻ്റെ ഹോളണ്ട്, കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന അതേ കുട്ടനാട് തന്നെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. അപ്പം ചുണ്ടൻ വള്ളങ്ങൾ സാധാരണഗതിയിൽ വള്ളംകളികൾക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പള്ളിയോടങ്ങൾ. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? അത് കുട്ടനാടാണ്. ഇനി നമ്മളിവിടെ ജസ്റ്റ് ആ ചുണ്ടൻ വള്ളങ്ങളുമായി, അതായത് ഒരു വൃക്ഷവും ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രസക്തിയുമായി ബന്ധപ്പെട്ടൊരു 3 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം അല്ലെങ്കിൽ തടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഞ്ഞിലിയാണ്. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ആഞ്ഞിലിയാണ്. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടിയാണ് ഏതെന്ന് പറയുന്നത്? ആഞ്ഞിലി എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമതായിട്ട് അവിടെ നിങ്ങളൊരു കാര്യം പ്രീവിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. തടിയുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തടിയാണ്?
ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തടിയാണ്? ആൻസർ എന്ന് കമൻറ്റ് ചെയ്യണേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തടിയാണ്? അത് വില്ലോയാണ്. അതേതാണ്? അതിവിടെ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വില്ലോയാണ്. ഓക്കെ, വില്ലോ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തടിയാണെന്ന് ചോദിച്ചാൽ അത് പ്ലാവാണ്. വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പ്ലാവാണ്. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആഞ്ഞിലിയാണ്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അത് വില്ലോയാണ്. അതേതാണ്? അത് വില്ലോയാണ്. അപ്പോൾ നമ്മൾ 3 തടികളെ കുറിച്ചാണ് പറഞ്ഞത്. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആഞ്ഞിലി, വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പ്ലാവ്, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അത് വില്ലോ തടിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ടീം അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക വിനോദമാണ് വള്ളംകളി എന്ന് പറയുന്നത്. വള്ളംകളിക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പാട്ട് ഏതെന്നാണ് പറഞ്ഞത്? അല്ലെങ്കിൽ വള്ളംകളികൾക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പാട്ട് ഏതാണ്? ഏത് പാട്ടാണ് സാധാരണഗതിയിൽ വള്ളംകളികൾക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത്? അത് വഞ്ചിപ്പാട്ടാണ്. ഓക്കെ, വഞ്ചിപ്പാട്ടാണ്. വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവാണ് രാമപുരത്ത് വാര്യർ. വള്ളംകളികൾക്ക് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പള്ളിയോടങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞത് ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഞ്ഞിലിയാണ്. ക്രിക്കറ്റ് ബാറ്റ് ആണെങ്കിൽ അത് വില്ലോയാണ്. സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കാനാണ് എങ്കിൽ അത് ഏതെന്നാണ് പറഞ്ഞത്? അത് പ്ലാവ് ആണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് പ്രധാനമായിട്ടും 10-16 വള്ളംകളികൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വള്ളംകളിയാണ് പഠിക്കാൻ പോകുന്നത്. ആ വള്ളംകളിയുടെ പേരാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആ വള്ളംകളിയുടെ പേരെന്താണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നാണ്. ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന വള്ളംകളിയുടെ പേര്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മൾ ജസ്റ്റ് ഒരു ലെക്ചർ നോട്ട് എഴുതണതിൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഓഫ്ലൈൻ ക്ലാസ് കണക്കാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊന്നൊരു റിവിഷൻ ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന വള്ളംകളി ഏതാണ്? അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. അത് ഈ ക്ലാസ് എടുക്കുന്ന ഫോണിൽ ഒരു കോൾ വന്നതാണ്, അങ്ങനെ നെറ്റ് പോയതാണ്, സോറി. അപ്പം ഇപ്പം കേൾക്കുന്നുണ്ടല്ലോ? ഇപ്പം ക്ലിയർ ആണല്ലോ? ഇപ്പോൾ വോയിസ് ക്ലിയർ ആണോ? ഇപ്പോൾ വോയിസ് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഇവിടെ നിന്ന് PSC പ്രീവിയസ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരമായി ചോദിക്കുന്നത്. അതായത് ഈ വള്ളംകളി എന്ന് പറയുന്ന ഏരിയയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യനും അതിനോടൊപ്പം തന്നെ മറ്റ് എക്സ്ട്രാ ഫാക്റ്റുകളും കൂടിയാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ നിന്ന് ചോദിക്കുന്ന കാര്യം കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ വള്ളംകളി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ഒന്നാമതായിട്ട് പഠിച്ച കാര്യമാണ് ഇത്. നിങ്ങൾക്ക് ഒരുപക്ഷെ പുതുതായിട്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ പേരും, അതുകൊണ്ട് ബോറാകരുത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വള്ളംകളി ഏതെന്നൊക്കെ ചോദിച്ചാൽ അത് ഏതാണ്? അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളിയെന്നോ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളിയെന്നോ ചോദിച്ചാൽ അത് ഏതാണ്? അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ ഈ വള്ളംകളികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ ഓക്കെ, ആൻസർ എന്താണ്? അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. കേരളത്തിലെ ഏറ്റവും പരമ്പരാഗതമായ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളിയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. അടുത്തത് വള്ളസദ്യ. അടുത്ത കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ വള്ളസദ്യ ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വള്ളസദ്യ ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും ഇതേ വള്ളംകളി തന്നെയാണ്, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളണം, നമ്മൾ പഠിച്ചത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നാണ്. ആറന്മുള വള്ളംകളിയെന്നോ ഉത്രട്ടാതി വള്ളംകളിയെന്നോ ചോദിച്ചാൽ ഇത് തന്നെയാണ് പറയുന്നത്. ആറന്മുള വള്ളംകളിയെന്നോ ഉത്രട്ടാതി വള്ളംകളിയെന്നോ ചോദിച്ചാലും ഇതേ വള്ളംകളി തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നതും ഏത് വള്ളംകളിയാണ്? ഇതേ ആറന്മുള വള്ളംകളിയാണ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് എന്തെന്ന് പറയുന്നത് വള്ളസദ്യ ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് വള്ളസദ്യ ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. നമ്മൾ സാധാരണ വള്ളംകളിയൊക്കെ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ചായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും
നദിയിലോ ഏതെങ്കിലും കായലിലോ ഏതെങ്കിലും നദിയിലോ ഒക്കെ വെച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ വള്ളംകളികൾ നടക്കുന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ ചോദിക്കാം, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഏത് നദിയിലായിരിക്കും നടക്കുന്നത്? നിങ്ങൾ ജോഗ്രഫിയൊക്കെ പഠിച്ച ഇത് വെച്ച് നദികളെന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ഓക്കെ, എല്ലാവരും പറഞ്ഞു, ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ നിർത്തണ്ട, കമൻറ്റുകൾ വന്നോട്ട് കുഴപ്പമില്ല. ഓക്കെ, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയിലാണ്. ആറന്മുളയിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്താണ് ഈ പമ്പാ നദി സ്ഥിതി ചെയ്യുന്നത്. ആറന്മുളയിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പമ്പാ നദിയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ, പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഒരേ ഒരു കാര്യം കൂടെ, ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മന്നം മെമ്മോറിയൽ ട്രോഫി, ഒന്നാമത്തെ ട്രോഫിയുടെ പേരാണ് മന്നം മെമ്മോറിയൽ ട്രോഫി. രണ്ടാമത്തെ ട്രോഫിയുടെ പേരാണ് ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി. ഈ രണ്ട് ട്രോഫികളും ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. മന്നം മെമ്മോറിയൽ ട്രോഫിയും ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫിയും, മന്നം മെമ്മോറിയൽ ട്രോഫിയും ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫിയും ഏത് വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ അത് ഏത് വള്ളംകളിയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പഠിച്ച വള്ളംകളിയെക്കുറിച്ചാണ് പറയുന്നത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ പമ്പാ നദിയിൽ നടക്കുന്നു. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? പമ്പാ നദിയിൽ നടക്കുന്നു. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതിൻ്റെ വിശേഷണം തന്നെയാണ്. ജലത്തിലെ പൂരം തിരിഞ്ഞു പോകരുത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളിയും ഏത് തന്നെയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. വള്ളസദ്യ ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ആറന്മുള വള്ളംകളിയെന്നോ ഉത്രട്ടാതി വള്ളംകളിയെന്നോ ചോദിച്ചാലും ഇതേ വള്ളംകളി തന്നെയാണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മന്നം മെമ്മോറിയൽ ട്രോഫി, ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി, ഇത് രണ്ടും ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏത് വള്ളംകളിയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ഇത്രയും കാര്യം ഓക്കെയാണല്ല? ഇത്രയും കാര്യമാണ് നമുക്ക് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യം ഓക്കെയാണ്? ഓക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ അടുത്ത വള്ളംകളിയിലോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ വള്ളംകളിയാണ് പഠിക്കാൻ പോകുന്നത്. ചമ്പക്കുളം മൂലം വള്ളംകളി രണ്ടാമത്തെ വള്ളംകളിയാണ് പഠിക്കാൻ പോകുന്നത്. ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. ഈ ചമ്പക്കുളം മൂലം വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? ഈ ചമ്പക്കുളം മൂലം വള്ളംകളി ഏത് നദിയിലായിരിക്കും നടക്കുന്നത്? നിങ്ങളൊന്ന് ഗസ് ചെയ്തോ. ചമ്പക്കുളം മൂലം വള്ളംകളി ഏത് നദിയിലായിരിക്കും നടക്കുന്നത്? ഗസ് ചെയ്തോ. ഓക്കെ, അതും പമ്പാ നദിയിലാണ് നടക്കുന്നത്. അവിടെ ഓർത്തിരിക്കണം, ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നതും എവിടെ തന്നെയാണ്? അതും പമ്പാ നദിയിൽ തന്നെയാണ്. രണ്ടാമത്തെ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി എന്ന് പറയും. രണ്ടാമത്തെ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ഇവിടെ നിന്ന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളിയോട് കൂടിയാണ്? അതായത് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ സ്കൂൾ തുറക്കുന്നത് ജൂൺ മാസമാണെന്ന് പറഞ്ഞത് കണക്ക് എന്ത് ചെയ്യും? കേരളത്തിലൊരു വള്ളംകളി ആരംഭിക്കുന്നത് ഇന്ന വള്ളംകളിയോട് കൂടിയാണ് കേരളത്തിലെ വള്ളംകളി ആരംഭിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ വള്ളംകളി ആരംഭിക്കുന്നത് ഏത് വള്ളംകളിയോട് കൂടിയാണെന്ന് ചോദിച്ചാൽ അത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. വള്ളംകളിയുടെ പേരെന്താണ്? ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ് കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ വള്ളംകളി ചോദിച്ചാൽ അത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. അപ്പം 2 പോയിന്റാണ് പറഞ്ഞത്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയിലാണ്. രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റ് എന്താണ്? കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളിയോട് കൂടിയാണെന്ന് ചോദിച്ചാൽ അത് ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ്. കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് തന്നെ ഈ ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ്. അടുത്തതായിട്ട് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ വള്ളംകളി. ഓക്കെ, ഒന്നാമത്തെ നമുക്കറിയാം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ വള്ളംകളിയാണ് ഏതെന്ന് പറയുന്നത്? ചമ്പക്കുളം മൂലം വള്ളംകളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അവിടെ ഓർത്തിരിക്കാനുള്ളൊരു കാര്യം, ഇതൊരു ട്രോഫി ഉണ്ട്, രാജപ്രമുഖൻ ട്രോഫി. ഏതാണ് ട്രോഫിയുടെ പേര്? രാജപ്രമുഖൻ ട്രോഫി. ഓക്കെ,
രാജപ്രമുഖൻ ട്രോഫി ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാജപ്രമുഖൻ ട്രോഫി ചമ്പക്കുളം മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജപ്രമുഖൻ ട്രോഫി ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ചമ്പക്കുളം മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജപ്രമുഖൻ ട്രോഫി ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ചമ്പക്കുളം മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളിയെ കുറിച്ച് രണ്ടാമതായിട്ട് പഠിച്ച കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിലൊരു വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളിയോട് കൂടിയാണെന്ന് ചോദിച്ചാൽ അത് ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്തെന്ന് പറയുന്നത്? രാജപ്രമുഖൻ ട്രോഫി ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ക്ഷേത്രത്തിൻ്റെ പേരെന്താണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഓക്കെ, ക്ഷേത്രത്തിൻ്റെയൊക്കെ പേര് അറിഞ്ഞാത്തവരുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഗ്രഹാരാധന ചടങ്ങ് അല്ലെങ്കിൽ വിഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. അതായത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളിയാണ് ഏതെന്ന് പറയുന്നത്? ചമ്പക്കുളം മൂലം വള്ളംകളി. ആ അമ്പലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പേര് ഓർത്ത് വെച്ചിരിക്കണം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ അനുബന്ധിച്ച് നടക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. നമ്മൾ നേരത്തെ ആറന്മുള ഉത്രട്ടാതി പഠിച്ച സമയത്ത് 2 ട്രോഫികൾ പഠിച്ചായിരുന്നു. മന്നം മെമ്മോറിയൽ ട്രോഫിയും ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫിയും. ഇവിടെ നമ്മൾ പഠിച്ച ട്രോഫി ഏതാണ്? രാജപ്രമുഖൻ ട്രോഫി. രാജപ്രമുഖൻ ട്രോഫി ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ചമ്പക്കുളം മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യം ഓക്കെയാണ്? ഇത്രയും കാര്യം ഓക്കെയാണ്? ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വള്ളംകളി പോകാമല്ല? ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വള്ളംകളിയിലോട്ട് പോകുവാണ്. നിങ്ങൾ ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കമൻറ്റിലാണ്, കുറച്ച് പേരേ ഉള്ളല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളെ മൂന്നാമത്തെ വള്ളംകളി ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളിയും നമ്മൾ സാധാരണഗതിയിൽ കാണുകയൊക്കെ ചെയ്യുന്ന വള്ളംകളി. അപ്പം നിങ്ങൾക്ക് മറ്റ് 2 എണ്ണം പറഞ്ഞപ്പോഴും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാതിരുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ പലരും ആദ്യം പേര് കേട്ടിട്ടുണ്ടായിരിക്കും, മറ്റു കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഈ വള്ളംകളി നമ്മളെല്ലാവരും കേൾക്കുന്നതും ഈ അടുത്തിടെ നടന്ന വള്ളംകളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വള്ളംകളിയിലോട്ടാണ് പോകുന്നത്. ആ വള്ളംകളിയുടെ പേരാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഓക്കെ, ആ വള്ളംകളിയുടെ പേരാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പം നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാമോ? എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ. നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ. നെഹ്റു ട്രോഫി നിങ്ങളുടെ കമൻറ്റ് വരട്ടെ, നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച്. ഓക്കെ, വേമ്പനാട് കായൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ, അത് നമുക്ക് പറയാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? പുന്നമടക്കായൽ. ഓക്കെ, അപ്പം ഞാൻ പറയാം. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി എന്നോ കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി എന്നോ ചോദിച്ചാൽ ഇത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി എന്നോ അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി എന്നോ ചോദിച്ചാൽ അത് ഏതാണ്? അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഒരേ ഒരു കാര്യം തന്നെയാണ് 2 രീതിയിൽ പറഞ്ഞത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളിയാണ് ഏതെന്ന് പറയുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ആൻസർ പഠിച്ചു വെക്കണം. അത് പുന്നമടക്കായലാണ്. അതെവിടെയാണ്? അത് പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് പുന്നമടക്കായലിലാണ്. അതായത് വേമ്പനാട് കായലിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കായലാണ് ഈ പുന്നമടക്കായൽ. പുന്നമടക്കായൽ എന്ന് ഓപ്ഷനിലുണ്ട് എങ്കിൽ പുന്നമടക്കായൽ തന്നെ എഴുതണം. കാരണം
മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച സമയത്ത് ഇത് രണ്ടും കൂടെയൊക്കെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഏത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് പുന്നമടക്കായൽ തന്നെ ചൂസ് ചെയ്യണം. ഇനി പുന്നമട ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ എന്ത് ചെയ്യാം, വേമ്പനാട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്ര കാര്യമേ ഉള്ളൂ. നെഹ്റു ട്രോഫി വള്ളംകളി, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വള്ളംകളിയായ നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് പുന്നമടക്കായലിൽ നടക്കുന്നു. അതെന്താ, എവിടെ നടക്കുന്നു? അത് പുന്നമടക്കായലിൽ നടക്കുന്നു. ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് മുതലാണ് ആരംഭിച്ചത്? നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1952 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1952 അല്ലെങ്കിൽ 1952 എന്ത് ചെയ്യുന്നത്? ഈ നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. അതായത് ഈ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് വേറൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു. അതായത് 1969 വരെയൊക്കെ ഈ വള്ളംകളി വേറൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഏത് പേരിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി 1969 വരെയൊക്കെ അറിയപ്പെട്ടിരുന്നതെന്ന് ചോദിച്ചാൽ നെഹ്റു ട്രോഫി വള്ളംകളി 1969 വരെയൊക്കെ അറിയപ്പെട്ടിരുന്ന എത്രയേ ഉണ്ടായിരുന്നുള്ളൂ? അത് പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നാണ്. എന്താണ് പ്രൈം മിനിസ്റ്റർ ട്രോഫി? അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നറിയപ്പെടുന്നത്. അതായത് ഈ ട്രോഫി 1900 നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായിട്ട് നടക്കുന്നത് 1952 ഈ 1952 നടക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു വന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു ഈ വള്ളംകളിയൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് അവസാനം ഈ വള്ളംകളിയൊക്കെ കണ്ട് ആവേശത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്ത് ഈ മത്സരം അവസാനിക്കുന്ന സമയത്ത് ഈ വള്ളത്തിലൊക്കെ ചാടിയൊക്കെ കയറുന്നുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്ന പേര് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വള്ളംകളി അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി എന്നോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി എന്നോ ചോദിച്ചാൽ അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏതാണ് വർഷം? 1952 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് വർഷമാണ് ആരംഭിക്കുന്നത്? അത് 1952 ആരംഭിക്കുന്നു. എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പുന്നമടക്കായലിൽ നടക്കുന്നു. ഓക്കെ, അത് എവിടെ നടക്കുന്നു? അത് പുന്നമടക്കായലിൽ നടക്കുന്നു. അതെവിടെയാണ് നടക്കുന്നത്? അത് പുന്നമടക്കായലിൽ നടക്കുന്നു. ലാസ്റ്റ് പറഞ്ഞ കാര്യം, നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെട്ടിരുന്ന പഴയ പേര് അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നാണ്. അതെന്താണെന്നാണ് അറിയപ്പെടുന്നത്? അത് പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നറിയപ്പെടും. സാധാരണഗതിയിൽ ചില വള്ളംകളികളൊക്കെ നടക്കുന്ന ഡേറ്റുകളും കൂടി നമ്മൾ പഠിച്ചു വയ്ക്കണം. അങ്ങനെയാണ് എങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി ഏത് ദിവസമാണ് നടക്കുന്നത്? നിങ്ങൾ കറണ്ട് അഫെയർ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ അടുത്തിടെയൊക്കെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടന്ന് നമ്മുടെ മീഡിയയിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? ഏത് ദിവസമാണ്? കമൻറ്റ് ചെയ്തോ. എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? സെക്കൻഡ് വീക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തെ സെക്കൻഡ് വീക്ക്, അത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ആൻസറായി. ഓക്കെ, അതായത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തെ 2ാം ശനിയാഴ്ചയാണ്. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി എന്നാണ് നടക്കുന്നത്? ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതായിരുന്നു. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ തിരുവോണം കഴിഞ്ഞ് 4ാം ദിവസമാണ്. ഓക്കെ, തിരുവോണം കഴിഞ്ഞ് 4ാം ദിവസമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പഠിച്ച ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് തിരുവോണം കഴിഞ്ഞ് 6ാം ദിവസമാണ്. തിരുവോണം കഴിഞ്ഞ് 4ാം ദിവസം, തിരുവോണം കഴിഞ്ഞ് 4ാം ദിവസമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് മുതലാണ് നടന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം നടന്ന പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചായിരുന്നു. ഏത് വർഷം മുതലാണ് മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചതെന്ന് ഈ വർഷം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. അത് 1952 ആദ്യ പേരെന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നാണ്. പുന്നമടക്കായലിലാണ് നടക്കുന്നത്. 1952 നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമ്പോൾ ആരായിരുന്നു വിജയി എന്ന് പറയുന്നത്? ഏത് ടീമായിരുന്നു? ഓക്കെ, അത് നടുഭാഗം ചുണ്ടനാണ്. ആ പേരെന്താണ്? നടുഭാഗം ചുണ്ടനാണ് ആദ്യത്തെ നെഹ്റു ട്രോഫി വിജയം എന്ന് പറയുന്നത്.
നമ്മൾ ഈ നെഹ്റു ട്രോഫി വിജയം മാത്രമാണ് ഇത്രയും ഡീപ്പായിട്ടൊക്കെ പറയുന്നത്. മറ്റുള്ളവരുടെയൊക്കെ ആദ്യ വിജയം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും പരീക്ഷ ചോദിക്കാറുമില്ല. അപ്പോൾ നമ്മൾ ഈ നെഹ്റു ട്രോഫി അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ വിജയി ആരാണെന്ന് ചോദിച്ചാൽ അത് നടുഭാഗം ചുണ്ടനാണ്. അതാരാണ്? നടുഭാഗം ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ വിജയി, അല്ലെങ്കിൽ ആദ്യ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് നടുഭാഗം ചുണ്ടനാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ വേറൊരു ചുണ്ടനെയും പഠിക്കണം. ആ ചുണ്ടൻ്റെ പേരാണ് കാരിച്ചൽ ചുണ്ടൻ. ആ ചുണ്ടൻ്റെ പേരെന്താണ്? അത് കാരിച്ചൽ ചുണ്ടൻ എന്നാണ് പറയുന്നത്. ആ ചുണ്ടൻ്റെ പേരാണ് കാരിച്ചൽ ചുണ്ടൻ എന്ന് പറയും. കാരിച്ചൽ ചുണ്ടൻ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ മോസ്റ്റ് ടൈംസ് എന്ത് ചെയ്തു ടൈറ്റിൽ വിന്നറായത് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് കാരിച്ചൽ ചുണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളി വിന്നറായ നെഹ്റു ട്രോഫി ബോട്ട് റേസിലെ വിന്നറായ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കാരിച്ചൽ ചുണ്ടൻ. ആദ്യ വിജയി ആരാണെന്ന് ചോദിച്ചാൽ നടുഭാഗം ചുണ്ടനാണ്. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് കാരിച്ചൽ ചുണ്ടനാണ്. നെഹ്റു ട്രോഫി വള്ളംകളി 1952 ആരംഭിക്കുന്നു. എവിടെ വെച്ച് നടക്കുന്നു എന്ന് ചോദിച്ചാൽ പുന്നമട കായലിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, പുന്നമട കായലിൽ വെച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഈ നെഹ്റു ട്രോഫി വള്ളംകളി 52 ആരംഭിക്കുമ്പോൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1969 വരെയും പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ നിലവിൽ അറിയപ്പെടുന്ന പേരാണ് നെഹ്റു ട്രോഫി വള്ളംകളി. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വള്ളംകളി എന്നോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി എന്ന് ചോദിച്ചാൽ ഇത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യ വിജയ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ വിജയി ആരാണെന്ന് ചോദിച്ചാൽ അത് നടുഭാഗം ചുണ്ടനാണ്. ഏറ്റവും കൂടുതൽ തവണ വിജയിയായ വ്യക്തി ഏത് ടീമാണെന്നല്ലേ, വിജയിയായ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാരിച്ചൽ ചുണ്ടനാണ്. ഓഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് ഏത് വള്ളംകളി നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് വള്ളംകളി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് വള്ളംകളി? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് വള്ളംകളി? അത് നെഹ്റു ട്രോഫിയാണ്. അതായത് നമ്മൾ ഈ 2 വിശേഷണമാണ് എപ്പോഴും പഠിച്ചു വെക്കാനുള്ളത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. എന്നാൽ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നെഹ്റു ട്രോഫി വള്ളംകളി. നിങ്ങളിത് രണ്ടും കൂടെ ഒന്നും തിരിഞ്ഞു പോകരുത്. ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. നമ്മുടെ ഈ സാധാരണഗതിയിൽ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സമയത്ത് പോകുന്നത് ആരായിരിക്കും? പ്രധാനമന്ത്രിമാരൊക്കെ രാജ്യത്തിൻ്റെ ചീഫ് ഗസ്റ്റായിട്ടൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സമയത്ത്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എന്ത് ചെയ്യും? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ജലത്തിലെ പൂരമാണ് ഏതെന്ന് പറയുന്നത്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആ 2 പോയിന്റും തിരിഞ്ഞു പോകരുത്. ജലത്തിലെ പൂരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നെഹ്റു ട്രോഫി വള്ളംകളിയുമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അവിടെ പഠിച്ചിരിക്കാനുള്ള കാര്യം കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഈ നെഹ്റു ട്രോഫിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. 2023 നെഹ്റു ട്രോഫി വള്ളംകളി നടന്നായിരുന്നു. എത്രാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു 2023 നടന്നത്? 2023 നടന്നത് എത്രാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്? ഓക്കെ, 69. വേറെ ആൻസറുകൾ 69 അല്ലാത്ത വേറെ ആൻസറുകൾ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. 69 അല്ലാത്ത വേറെ ആൻസർ 69 അല്ലാത്ത വേറെ ആൻസർ വേറെ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, 2023 നടന്നത് എത്രാമത്തെ വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ 69ാമത്തെ വള്ളംകളിയാണ്. ഓക്കെ, 2023 നടന്നത് 69ാമത്തെ വള്ളംകളിയാണ്. 69ാമത്തെ വള്ളംകളി എന്ന് പറയുമ്പോൾ ആ 2023 നടക്കുന്നു. അതിലെ വിന്നർ ആരാണെന്ന് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. 2023 നടന്ന 69ാമത് വള്ളംകളിയുടെ വിന്നറാണ് വിയ്യപുരം ചുണ്ടൻ. ഏതാണ്? വിയ്യപുരം ചുണ്ടനായിരുന്നു എന്തെന്ന് പറയുന്നത് 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയിയാണ് ആരെന്ന് പറയുന്നത് വിയ്യപുരം ചുണ്ടൻ. ഓക്കെ, വിയ്യപുരം ചുണ്ടനായിരുന്നു 2023 ഏത് വള്ളംകളി? നെഹ്റു ട്രോഫി വള്ളംകളി. 2023 എത്രാമത്തെ വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ 69ാമത് വള്ളംകളിയായിരുന്നു. 2023 നടന്നത് 69ാമത്തെ വള്ളംകളിയാണ്. ഈ 69ാമത്തെ വള്ളംകളിയിൽ ആരായിരുന്നു വിജയ്? വിയ്യപുരം ചുണ്ടനായിരുന്നു. ഓക്കെ, വിയ്യപുരം ചുണ്ടനായിരുന്നു ഈ വിജയ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ വായിച്ചു കാണും ഈ വിയ്യപുരം ചുണ്ടന് വേണ്ടി ഏത് ക്ലബ്ബാണ് ഈ ബോട്ട് തുഴഞ്ഞത്? അതായത് ഒരു ക്ലബ്ബായിരിക്കും ആ ബോട്ട് തുഴയുന്നത്. ഓക്കെ, ഈ വിയ്യപുരം ചുണ്ടൻ എന്ന് പറയുന്ന ഒരു ബോട്ട് തുഴഞ്ഞ ക്ലബിൻ്റെ പേര് ഏതാണ്?
കഴിഞ്ഞ മാസമാണ്, ഓഗസ്റ്റ് മാസം കഴിഞ്ഞ മാസം. ഓക്കെ, അതിൻ്റെ ആൻസറോടെ കമൻറ്റ് ചെയ്തായിരുന്നു. അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. പള്ളാത്തുരുത്തി. ഓക്കെ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അതുകൊണ്ട് നമ്മൾ PBC എന്നൊക്കെ ഷോർട്ട് ഫോമിൽ പറയും. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് എന്ത് ചെയ്യുന്നത്? ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിയപുരം ചുണ്ടന് വേണ്ടി ബോട്ട് തുഴഞ്ഞത് ഏത് ഏത് ക്ലബ്ബാണെന്ന് ചോദിച്ചാൽ അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അപ്പം നമ്മൾ പറഞ്ഞത് 2023 നടന്നത് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. 2023 നടന്നത് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. വിയപുരം ചുണ്ടനാണ് ജേതാക്കൾ എന്ന് പറയുന്നത്. വിയപുരം ചുണ്ടനാണ് ജേതാക്കൾ. ആ വിയപുരം ചുണ്ടന് വേണ്ടി ബോട്ട് തുഴഞ്ഞത് ഏത് ക്ലബ്ബാണെന്ന് ചോദിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ്? അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോ. (2023) നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ആരും കമൻറ്റ് വരുന്നില്ല. അറിഞ്ഞുകൂടെങ്കിൽ പാസ് പറഞ്ഞു. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാനയായിരുന്നു 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. അപ്പോൾ നമ്മൾ ഈ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട നെഹ്റു ട്രോഫി വള്ളംകളിയാണ് പറഞ്ഞത്. 2023 നടക്കുന്നത് എത്രാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ 69. നടന്നത് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വിയപുരം ചുണ്ടനാണ്. വിയപുരം ചുണ്ടന് വേണ്ടി തുഴഞ്ഞത് ഏത് ക്ലബ്ബാണെന്ന് ചോദിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന എന്നതാണ് നമ്മുടെ 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ 2023 പറഞ്ഞതുകൊണ്ട് 2022 ബന്ധപ്പെട്ട ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. 2022 സ്വാഭാവികമായിട്ടും നടക്കുന്നത് 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയായിരിക്കും. 2022 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവാരാണ്? 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവാരാണ്? പറഞ്ഞു. 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാവാരാണ്? അറിഞ്ഞു തുടങ്ങി. അതും പാസ് പറഞ്ഞു. 2022 68ാമത് നെഹ്റു ട്രോഫി. ഓക്കെ, അത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. എന്താണ് പേര്? മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. എഴുതുന്ന കാര്യം കാണാൻ പറ്റുന്നുണ്ടല്ല. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2022 നടക്കുന്ന 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനായിരുന്നു 2022 ജേതാക്കളായത്. അന്നും ഈ വള്ളവും തുഴഞ്ഞ ക്ലബ്ബ് ഏത് തന്നെയായിരുന്നു? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയായിരുന്നു. അന്ന് തുഴഞ്ഞതും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെ. 2023 തുഴഞ്ഞതും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയാണ്. പക്ഷേ ഈ 2022 പറയാൻ കാരണം 2022 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം അന്ന് കറണ്ട് അഫെയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിട്ടു എന്ന തത്തയാണ്. എന്താണ് പേര്? മിട്ടു എന്ന തത്തയാണ് 2022 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം. ഭാഗ്യചിഹ്നത്തിൻ്റെ പേരെന്താണ്? മിട്ടു എന്ന എന്ത് ജീവിയാണ്? മിട്ടു എന്ന തത്തയാണ് 2022 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയോ? ഓക്കെ ആണല്ല? ഇത്രയും കാര്യം ക്ലിയർ ആയാണല്ല? സെറ്റാണ്? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞോ. ഒന്നും കൂടി. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒരു സെക്കൻഡ്. ഓക്കെ, പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. 2022 നെഹ്റു ട്രോഫിയും 2023 നെഹ്റു ട്രോഫിയുമാണ് പറഞ്ഞത്. 2022 നെഹ്റു ട്രോഫി വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. 22 68ാമത് നെഹ്റു ട്രോഫി ആയിരുന്നു. അതിൽ വിജയിച്ചത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. ഈ ചുണ്ടൻ എന്ന് പറയുന്നത് ഇതൊരു വള്ളമാണ്. ഈ വള്ളം തുഴയുന്നതിന് ഒരു ക്ലബ്ബ് കാണും. അത് ഏത് ക്ലബ്ബാണെന്ന് ചോദിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അതേതാണ് ക്ലബ്ബ്? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്.
അടുത്തത് 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ മിട്ടു എന്ന തത്ത. മിട്ടു എന്നാണ് പേര്, തത്തയാണ് ജീവി. മിട്ടു എന്ന തത്ത. ഇത് 2022. തൊട്ടടുത്ത വർഷം, അതായത് ഈ വർഷം 2023 69ാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ വിയ്യപുരം ചുണ്ടൻ. ആരാണ്? വിയ്യപുരം ചുണ്ടൻ. ഇവിടെയും തുഴഞ്ഞ ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചാൽ PBC അല്ലെങ്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയാണ്. അടുത്തത് ഇവിടുത്തെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ എന്താണ്? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. ഇതാണ് 2022 2023 നെഹ്റു ട്രോഫി വള്ളങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് ഒരെണ്ണവും കൂടെ പറഞ്ഞിട്ട് അത്രയും വള്ളംകളികളും കൂടെ പറഞ്ഞു തീർന്നിട്ട് നമുക്ക് നോട്ട് എഴുതാം. ഓക്കെ. അപ്പം നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം ഏത് വള്ളംകളിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രൈം മിനിസ്റ്റർ പഠിച്ചു. അടുത്ത നേരെ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ് പറയുന്നത്. ഓക്കെ. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ഏത് ജില്ലയിൽ അല്ലെങ്കിൽ ഏത് കായലിലാണ് നടക്കുന്നത്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അത് അഷ്ടമുടി കായലിലാണ്. അത് എവിടെയാണ്? കറക്റ്റാണ് പറഞ്ഞത്. അത് അഷ്ടമുടി കായലിലാണ്. ഓക്കെ. അത് അഷ്ടമുടി കായലിലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ്. ഓക്കെ. അപ്പം നമ്മൾ പഠിച്ച ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലിൽ നടക്കുന്നു. സാധാരണഗതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതലും ചോദിക്കുന്നത് ഈ വള്ളംകളി എവിടെ നടക്കുന്നു എന്നൊക്കെ ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് ഈ നടക്കുന്ന സ്ഥലം ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. നമ്മൾ പഠിച്ചത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് അഷ്ടമുടി കായലിൽ നടക്കുന്നു. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അഷ്ടമുടി കായലിൽ നടക്കുന്നു. ഈ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിക്ക് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. നവംബർ 1 നടക്കുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ നവംബർ 1 അല്ലെങ്കിൽ കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി അല്ലെങ്കിൽ നവംബർ 1 നടക്കുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. 2011 ഈ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. 2011 ഓഗസ്റ്റ് മാസം 30 ആദ്യമായിട്ട് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലിൽ നടക്കുന്നു. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നു? അത് അഷ്ടമുടി കായലിൽ നടക്കുന്നു. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് അഷ്ടമുടി കായലിൽ നടക്കുന്നു. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്നാണ് നടക്കുന്നത്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്നാണ് നടക്കുന്നത്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്നാണ് നടക്കുന്നത്? ആ ഡേറ്റ് എന്നാണ്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്നാണ് നടക്കുന്നത്? കേൾക്കുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആകുന്നില്ലേ? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ഓക്കെ നവംബർ 1 ഓക്കെ. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് നവംബർ 1 ഓക്കെ. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് നവംബർ 1 അഷ്ടമുടി കായലിലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. ആദ്യമായിട്ട് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടന്നത് 2011 ഓഗസ്റ്റ് മാസം 30 2011 ഓഗസ്റ്റ് മാസം 30 ആദ്യമായിട്ട് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഈ ആദ്യമായിട്ട് 2011 ഓഗസ്റ്റ് 30 പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയൊക്കെ നടന്നു. പക്ഷേ നമ്മൾ അവിടെ ഒരു കാര്യം ഓർത്ത് വയ്ക്കാനുള്ളത്, ഈ ട്രോഫിക്കും നിങ്ങൾ ജസ്റ്റ് കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്ന് പേര് കൊടുക്കാനുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ഈ ട്രോഫിക്ക് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്ന് പേര് കൊടുക്കാനുള്ള? പ്രൈം മിനിസ്റ്റർ ട്രോഫിയുടെ കാര്യം പറഞ്ഞു, ജവഹർലാൽ നെഹ്റു വന്നതുകൊണ്ട് ആണെന്ന്. ഓക്കെ. ഈ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിക്ക് ഈ പേര് കൊടുക്കാനുള്ള കാര്യം എന്താണ്? ഓക്കെ, അത്രയേ ഉള്ളൂ. പ്രതിഭ പാട്ടീൽ, അതായത് 2011 ഓഗസ്റ്റ് 30 എന്ത് ചെയ്യുന്നത്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. ഈ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിക്ക് ആരെത്തുന്നു? പ്രതിഭ പാട്ടീൽ എത്തുകയും ഇതിൻ്റെ സമ്മാനദാനമൊക്കെ പ്രതിഭ പാട്ടീലാണ് നൽകിയത്. അതായത് അന്നത്തെ രാഷ്ട്രപതിയായ പ്രതിഭ പാട്ടീലാണ് ഈ വള്ളംകളി കാണാൻ വേണ്ടി നേരിട്ടെത്തുകയും അതിലെ സമ്മാനങ്ങൾ നൽകുകയും വിജയികൾക്ക് സമ്മാനം നൽകിയതും എല്ലാം ആര് തന്നെയായിരുന്നു? അന്നത്തെ പ്രസിഡന്റായ പ്രതിഭ പാട്ടീൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ട്രോഫി ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പക്ഷേ പ്രതിഭ പാട്ടീലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്ത് വെക്കണം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? പ്രതിഭ പാട്ടീൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വനിതാ രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? പ്രതിഭ പാട്ടീൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി
ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? കമൻറ്റ് വരുന്നില്ല. വോയിസ് കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? കമൻറ്റുകൾ വരുന്നില്ല. ഓക്കെ, അപ്പം പറഞ്ഞോ. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി. ഒന്നാമത്തത് പ്രതിഭ പാട്ടീലാണ്. രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി കമൻറ്റ് വരുന്നില്ല. ബാക്കിയുള്ളവർ വളരെ എളുപ്പമുള്ള പേരാണ്. അത് ദ്രൗപദി മുർമുവാണ്. അതാരാണ്? അത് ദ്രൗപദി മുർമു. നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എത്ര വള്ളംകളികളെക്കുറിച്ച് പഠിച്ചായിരുന്നു? എത്ര വള്ളംകളികൾ നമ്മൾ പഠിച്ചായിരുന്നു? നമ്മൾ എത്ര വള്ളംകളികൾ പഠിച്ചായിരുന്നു? പേര് പറയേണ്ട, എണ്ണം മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ എത്ര വള്ളംകളികൾ പഠിച്ചായിരുന്നു? ഓക്കെ, 4 വള്ളംകളികൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ 4 വള്ളംകളികൾ നിങ്ങളോട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ട് എഴുതണോ? അതാ ഞാൻ ചോദിച്ചാൽ മതിയാ? നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ? എങ്ങനെ വേണം? ഞാൻ തന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സ്പീഡിലൊന്ന് പറഞ്ഞാൽ മതിയാ? അതാ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ മതിയാ? ഓക്കെ, പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഞാൻ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞത് വള്ളംകളികളുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ ടീമിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ടീം അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക വിനോദമാണ് വള്ളംകളി എന്ന് പറയുന്നത്. വള്ളംകളികൾക്ക് ഉപയോഗിക്കുന്ന പാട്ടാണ് വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്? രാമപുരത്ത് വാര്യർ എന്ന് പറയുന്നത്. രാമപുരത്ത് വാര്യർ. പരമ്പരാഗതമായി വള്ളംകളികൾക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പള്ളിയോടങ്ങൾ. വള്ളംകളികൾക്ക് ഉപയോഗിക്കുന്ന തടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഞ്ഞിലിയാണ്. വള്ളംകളികൾക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഞ്ഞിലിയാണ്. അവിടെ നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കുട്ടനാടാണ്. വില്ലോ തടി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ വില്ലോ തടി ഉപയോഗിക്കുന്നു. പ്ലാവ് ഉപയോഗിക്കുന്നത് വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യമാണ് നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഇൻട്രോ പാർട്ടായിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യമായിരുന്നു ഒന്നാമത്തെ വള്ളംകളിയായ ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളി. വള്ളംകളിയുടെ പേരെന്താണ്? ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളി. അപ്പം നമ്മളവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളി. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളി. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളിയാണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളിയാണ്. നെക്സ്റ്റ് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ വള്ളസദ്യ എന്ന് പറയുന്നൊരു കാര്യം. വള്ളസദ്യ. ഈ വള്ളസദ്യ ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളിയാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് തിരുവോണം കഴിഞ്ഞ് 4-ാം ദിവസമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ പമ്പാ നദിയിലാണ്. അതായത് ആറന്മുളയിലെ ശ്രീ പാർത്ഥസാരഥി സ്വാമി ക്ഷേത്രത്തിന് സമീപത്തായി പമ്പാ നദിയിലാണ് എന്ത് ചെയ്യുന്നത്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 ട്രോഫികളാണ് പഠിച്ചത്. മന്നം മെമ്മോറിയൽ ട്രോഫിയും രണ്ടാമതായിട്ട് പഠിച്ച കാര്യം എന്തായിരുന്നു? ഏത് മെമ്മോറിയൽ ട്രോഫിയാണ്? ഒന്നാമത്തെ മന്നം മെമ്മോറിയൽ ട്രോഫി ആയിരുന്നു. രണ്ടാമത്തെ ഏത് മെമ്മോറിയൽ ട്രോഫിയാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിച്ചത്? ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി. ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി. ഞാൻ അങ്ങനെയാണ് എങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അതായത് ആർ ശങ്കർ ആരംഭിച്ചൊരു പത്രമുണ്ട്. PSC ഒക്കെ പരീക്ഷയ്ക്ക് മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. ആർ ശങ്കർ ആരംഭിച്ച ഒരു പത്രം. ഒന്ന് കമൻറ്റ് വേഗം ചെയ്യണേ, സമയം കളയണ്ട. ആർ ശങ്കർ ആരംഭിച്ച പത്രം അറിഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങൾ പാസ് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. ആർ ശങ്കർ ആരംഭിച്ച പത്രം. ഒരാൾ പാസ് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ മിണ്ടൂർ ആൻസർ അറിയാമെങ്കിൽ, അതാണ് കുഴപ്പം. ഓക്കെ, ആർ ശങ്കർ ആരംഭിച്ച പത്രമാണ് ഏതെന്ന് പറയുന്നത്?
അത് ദിനമണി പത്രമാണ്. അത് ഏതാണ് പത്രത്തിൻ്റെ പേര്? ദിനമണി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദിനമണി പത്രത്തിൻ്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? ആർ ശങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, ദിനമണി പത്രത്തിൻ്റെ സ്ഥാപകനാണ് ആർ ശങ്കർ. ഞാൻ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫിയും പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. രണ്ടാമതായിട്ട് പഠിച്ചതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളി നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഒരു വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളിയോട് കൂടിയാണെന്ന് ചോദിച്ചാൽ ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട ഒരു ട്രോഫി നമ്മൾ പഠിച്ചായിരുന്നു. ആ ട്രോഫിയുടെ പേരാണ് രാജപ്രമുഖൻ ട്രോഫി. രാജപ്രമുഖൻ ട്രോഫി ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. നെക്സ്റ്റ് പഠിച്ചത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടക്കുന്ന വള്ളംകളിയാണ് ഏതെന്ന് പറയുന്നത്? ചമ്പക്കുളം മൂലം വള്ളംകളി. നടക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പമ്പ നദിയിൽ തന്നെയാണ്. അത് എവിടെ തന്നെയാണ്? പമ്പ നദിയിൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് വള്ളംകളികളാണ് ആദ്യം പറഞ്ഞത്. മൂന്നാമതായിട്ട് പറഞ്ഞ വള്ളംകളിയായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി. 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി എന്നോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി എന്നോ ചോദിച്ചാൽ അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഈ നെഹ്റു ട്രോഫി വള്ളംകളി 52 ആരംഭിക്കുമ്പോൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നോ അത് പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നാണ്. ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പ്രൈം മിനിസ്റ്റർ ട്രോഫി. ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഏത് ദിവസമാണ് നടക്കുന്നത്? ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഈ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായിട്ട് നേടുന്നത് നടുഭാഗം ചുണ്ടനും ഏറ്റവും കൂടുതൽ തവണ നേടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് കാരിച്ചൽ ചുണ്ടനുമാണ്. ആദ്യമായിട്ട് നേടുന്നത് നടുഭാഗം ചുണ്ടനാണ്. ഏറ്റവും കൂടുതൽ തവണ നേടുന്നത് കാരിച്ചാൽ ചുണ്ടനാണ്. നെക്സ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ഫാക്റ്റാണ് പറഞ്ഞത്. 2023 നെഹ്റു ട്രോഫി വള്ളംകളി 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നേടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരെന്നാണ് പറഞ്ഞത്? അത് വിയപുരം ചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് 2023 നെഹ്റു ട്രോഫി വള്ളംകളി 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ടൈറ്റിൽ വിന്നറാകുന്നത്. അതുപോലെ തന്നെ 2023 ഭാഗ്യചിഹ്നം എന്തെന്നാണ് പറയുന്നത്? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാനയായിരുന്നു 2023 ഭാഗ്യചിഹ്നം. 2022 വള്ളംകളി വിന്നറായത് ആരാണെന്ന് ചോദിച്ചാൽ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനായിരുന്നു. അവിടുത്തെ ഭാഗ്യചിഹ്നമായിരുന്നു മിട്ടു എന്ന തത്ത. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നാലാമതായിട്ട് പഠിച്ച വള്ളംകളിയായിരുന്നു പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. അഷ്ടമുടിക്കായലിൽ, കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. കേരള പിറവി ദിനത്തിൽ അല്ലെങ്കിൽ നവംബർ 1 നടക്കുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. അതായത് പ്രതിഭാ പാട്ടീലൊക്കെ 2011 കേരളം സന്ദർശിച്ച അല്ലെങ്കിൽ ആ വള്ളംകളി സന്ദർശിക്കുകയും സമ്മാനം നൽകുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരൊക്കെ എന്ത് ലഭിക്കുന്നത് ചെയ്യുന്നത്? ഈ വള്ളംകളിക്ക് ലഭിക്കുന്നത്. 2011 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെയാണല്ലോ? പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ പറഞ്ഞത്. ഓക്കെയാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് കമൻറ്റ് ചെയ്യണേ ആൻസർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിശേഷണം എന്താണ്? ഞാൻ ആ പോയിന്റ് ഇപ്പം പറഞ്ഞില്ലായിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിശേഷണം എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിശേഷണം എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിശേഷണം എന്താണ്? വേഗം. അത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ്. ഓക്കെ, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. എന്നാൽ ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജലത്തിലെ പൂരം. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജലത്തിലെ പൂരം ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളിയാണ്. അത് നെഹ്റു ട്രോഫി അല്ല, അത് ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളിയാണ്. ഓക്കെ, ചിലപ്പോൾ നെറ്റ് താമസിച്ചുണ്ടായിരിക്കും വന്നത്. ഓക്കെ, ആറന്മുള ഉത്രട്ടാതിയ വള്ളംകളിയാണ്. ഓക്കെ ആണല്ലോ? എത്രയും കാര്യം ക്ലിയർ ആണല്ലോ? നോട്ട് എഴുതാനല്ല? ഓക്കെ, അപ്പോൾ എഴുതിക്കോ. വള്ളംകളി എന്ന് സൈഡ് ഹെഡിങ് കൊടുത്തോ. മെയിൻ ഹെഡിങ് വള്ളംകളി. ഇത് കേരള സംസ്കാരത്തിലെ ആഘോഷങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ്. ഓക്കെ, ഓണം പോലെ വള്ളംകളി, അങ്ങനെ ഭീമാപ്പള്ളി ഉറൂസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിഷു, അങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. വള്ളംകളി, വള്ളംകളി, വള്ളംകളി. ടീം അടിസ്ഥാനത്തിൽ
വള്ളം കളി. ടീം അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഇനം. 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 അടുത്തത് ഉപയോഗിക്കുന്ന പാട്ട്. രണ്ടാമത്തെ പോയിന്റ് ഉപയോഗിക്കുന്ന പാട്ട്. ഉപയോഗിക്കുന്ന പാട്ട് വഞ്ചിപ്പാട്ട്. ഉപയോഗിക്കുന്ന പാട്ട് വഞ്ചിപ്പാട്ട്. ഉപയോഗിക്കുന്ന പാട്ട് വഞ്ചിപ്പാട്ട്. അടുത്തത് വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ്. അടുത്തത് വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ്. വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് രാമപുരത്ത് വാര്യർ. വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് രാമപുരത്ത് വാര്യർ. വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് രാമപുരത്ത് വാര്യർ. പരമ്പരാഗതമായി അടുത്ത പോയിന്റാണ്. പരമ്പരാഗതമായി വള്ളം കളിക്കുപയോഗിക്കുന്ന പരമ്പരാഗതമായി വള്ളം കളിക്കുപയോഗിക്കുന്ന പരമ്പരാഗതമായി വള്ളം കളിക്കുപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേര്. പരമ്പരാഗതമായി വള്ളം കളിക്കുപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേര്. പരമ്പരാഗതമായി വള്ളം കളിക്കുപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേര് പള്ളിയോടങ്ങൾ. പരമ്പരാഗതമായി വള്ളം കളിക്കുപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേര് പള്ളിയോടങ്ങൾ. ഈ സ്പീഡ് മതിയല്ലോ, അതാ സ്പീഡ് കുറഞ്ഞു പോകുന്നുണ്ടോ? സ്പീഡ് കുറവോ കൂടുതലോ ഉണ്ടോ? പറയുന്നതിൽ സ്പീഡ് കുറവോ കൂടുതലോ ഉണ്ടോ? ഇല്ല, ഓക്കെ, ഈ സ്പീഡ് മതിയല്ല. ഓക്കെ. പരമ്പരാഗതമായി വള്ളം കളിക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പള്ളിയോടങ്ങൾ. ചുണ്ടൻ വള്ളങ്ങളുടെ നാട്. അടുത്തത് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാട്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാട്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാട്. നെക്സ്റ്റ് പോയിന്റ് ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലി. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലി. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലി. അടുത്തത് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ വില്ലോ. താഴെ അടുത്ത 2 പോയിൻ്റായിട്ട് എഴുതിക്കോ. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ വില്ലോ. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി 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 വില്ലോ. നെക്സ്റ്റ് വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി പ്ലാവ്. വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി പ്ലാവ്. വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി പ്ലാവ്. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് 1ാമത്തെ വള്ളംകളിയാണ് ഞാൻ പറയുന്നത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. സൈഡ് ഹെഡിങ് ആയിട്ട് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി. 1ാമത്തെ പോയിന്റ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി. ഓക്കെ. 2ാമത്തെ പോയിന്റ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. 2ാമത്തെ പോയിന്റ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. 2ാമത്തെ പോയിന്റ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. 2ാമത്തെ പോയിന്റ് 2ാമത്തെ പോയിന്റ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. 2ാമത്തെ പോയിന്റ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. 2ാമത്തെ പോയിന്റ്
ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, തിരുവോണം കഴിഞ്ഞ് 4-ാം നാൾ, എല്ലാ വർഷവും തിരുവോണം കഴിഞ്ഞ് 4-ാം നാൾ നടത്തപ്പെടുന്നു. എല്ലാ ദിവസവും തിരുവോണം കഴിഞ്ഞ് 4-ാം നാൾ നടത്തപ്പെടുന്നു. മൂന്നാമത്തെ പോയിന്റാണ്, എല്ലാ വർഷവും തിരുവോണം കഴിഞ്ഞ് 4-ാം നാൾ നടത്തപ്പെടുന്നു. എല്ലാ വർഷവും തിരുവോണം കഴിഞ്ഞ് 4-ാം നാൾ നടത്തപ്പെടുന്നു. എല്ലാ വർഷവും തിരുവോണം കഴിഞ്ഞ് 4-ാം നാൾ നടത്തപ്പെടുന്നു. ഓക്കെ, അടുത്ത പോയിന്റ്, വള്ളസദ്യ. വള്ളസദ്യ എഴുതിയിട്ടുണ്ടായിരുന്നു. വള്ളസദ്യ ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വള്ളസദ്യ, വള്ളസദ്യ ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 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 ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, താഴെ അടുത്ത പോയിന്റ്, വിജയികൾക്ക് നൽകുന്ന ട്രോഫികളാണ്. വിജയികൾക്ക് നൽകുന്ന ട്രോഫികളാണ് മന്നം മെമ്മോറിയൽ ട്രോഫി. വിജയികൾക്ക് നൽകുന്ന ട്രോഫികളാണ് മന്നം മെമ്മോറിയൽ ട്രോഫി, ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി. വിജയികൾക്ക് നൽകുന്ന ട്രോഫികളാണ് മന്നം മെമ്മോറിയൽ ട്രോഫി, ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി. വിജയികൾക്ക് നൽകുന്ന ട്രോഫികളാണ് മന്നം മെമ്മോറിയൽ ട്രോഫി, ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി. വിജയികൾക്ക് നൽകുന്ന ട്രോഫികളാണ് മന്നം മെമ്മോറിയൽ ട്രോഫി, ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി. ഇത്ര പോയിന്റിലായിരുന്നു പറഞ്ഞത്. ഇത്ര പോയിന്റിലായിരുന്നു ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സൈഡ് ഹെഡിങ് ആണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഒരു കാര്യം കൂടെ എഴുതാനുണ്ടായിരുന്നു. നടക്കുന്നത് എഴുതിയില്ലല്ലോ. നടക്കുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം പമ്പാ നദിയിൽ. നടക്കുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം പമ്പാ നദിയിൽ. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം പമ്പാ നദിയിൽ. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം പമ്പാ നദിയിൽ. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത ഹെഡിങ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളി. പറയട്ടെ, ചമ്പക്കുളം മൂലം വള്ളംകളി. കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത്. കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത്. കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത്. കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഈ വള്ളംകളിയോട് കൂടിയാണ്. കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഈ വള്ളംകളിയോട് കൂടിയാണ്. കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഈ വള്ളംകളിയോട് കൂടിയാണ്. നെക്സ്റ്റ്, അടുത്ത പോയിന്റ്, രാജപ്രമുഖൻ ട്രോഫി. രാജപ്രമുഖൻ ട്രോഫി ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, രാജപ്രമുഖൻ ട്രോഫി ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 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 അടുത്ത പോയിന്റ്, നടക്കുന്നത് പമ്പാ നദിയിൽ. അടുത്ത പോയിന്റ്, നടക്കുന്നത് പമ്പാ നദിയിൽ. നടക്കുന്നത് മൂന്നാമത്തെ പോയിന്റാണ്. നടക്കുന്നത് പമ്പാ നദിയിൽ. നടക്കുന്നത് പമ്പാ നദിയിൽ. അടുത്ത പോയിന്റ്, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞാൽ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞാൽ. അടുത്ത പോയിന്റാണ്, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞാൽ
കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി. അടുത്ത പോയിന്റ്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. എഴുതിയ എഴുതി കഴിഞ്ഞു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അടുത്ത മൂന്നാമത്തെ വള്ളംകളി സൈഡ് ഹെഡിങ് നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി താഴെ ആരംഭിച്ചത് 1952. ആരംഭിച്ചത് 1952. ആരംഭിച്ചത് 1952. ആദ്യ പേര് പ്രൈം മിനിസ്റ്റർ ട്രോഫി. ആദ്യ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ആദ്യ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ആദ്യ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളണം 1969 വരെ. 1969 വരെ. 1969 വരെ. അതിൻ്റെ ബ്രാക്കറ്റിൽ 1969 വരെ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് നടക്കുന്നത് പുന്നമടക്കായൽ. നടക്കുന്നത് പുന്നമടക്കായൽ. വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ. നടക്കുന്നത് പുന്നമടക്കായൽ. പുന്നമടക്കായൽ ഓപ്ഷൻ ഇല്ല എങ്കിൽ വേമ്പനാട് കായൽ എടുക്കണം. വീണ്ടും പറയുവാണ്, പുന്നമടക്കായൽ ഓപ്ഷൻ ഇല്ല എങ്കിൽ വേമ്പനാട് കായൽ എടുക്കണം. കാരണം താഴെ എഴുതിക്കോ, നടക്കുന്നത് പുന്നമടക്കായൽ. താഴെ പുന്നമടക്കായൽ വേമ്പനാട് കായലിൻ്റെ ഭാഗമാണ്. പുന്നമടക്കായൽ വേമ്പനാട് കായലിൻ്റെ ഭാഗമാണ്. പുന്നമടക്കായൽ വേമ്പനാട് കായലിൻ്റെ ഭാഗമാണ്. പുന്നമടക്കായൽ വേമ്പനാട് കായലിൻ്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് പറയട്ടോ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നു. 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 നെക്സ്റ്റ് പോയിന്റ്, ആദ്യ വിജയി. നെക്സ്റ്റ് പോയിന്റ്, ആദ്യ വിജയി നടുഭാഗം ചുണ്ടൻ. നെക്സ്റ്റ് പോയിന്റ്, ആദ്യ വിജയി നടുഭാഗം ചുണ്ടൻ. ആദ്യ വിജയി നടുഭാഗം ചുണ്ടൻ. ആദ്യ വിജയി നടുഭാഗം ചുണ്ടൻ. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത്. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് കാരിച്ചൽ ചുണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് കാരിച്ചൽ ചുണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടൻ. ഓക്കെ, എഴുതി കഴിഞ്ഞു. അടുത്ത പോയിന്റ്, ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച നടക്കുന്നു. 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 ഓക്കെ, അടുത്തത് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2023. അടുത്ത അതിൻ്റെ താഴോട്ട്
69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2023. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2023. ഓക്കെ, എഴുതിക്കോ. ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. താഴെ ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. അടുത്ത പോയിന്റ്, താഴെ അടുത്ത പോയിന്റ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഈ വള്ളം തുഴഞ്ഞത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഈ വള്ളം തുഴഞ്ഞത്. താഴെ അടുത്ത പോയിൻ്റായിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഈ വള്ളം തുഴഞ്ഞത്. ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. താഴെ അടുത്ത പോയിന്റ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഈ വള്ളം തുഴഞ്ഞത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഈ വള്ളം തുഴഞ്ഞത്. ഓക്കെ, അടുത്ത പോയിന്റ്. ഭാഗ്യചിഹ്നം. ഭാഗ്യചിഹ്നം. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. ഭാഗ്യചിഹ്നം. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. ഭാഗ്യചിഹ്നം. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. ഭാഗ്യചിഹ്നം. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. അടുത്തത് 2022 നെഹ്റു ട്രോഫി വള്ളംകളി 2022. 68ാമത് വള്ളംകളി 2022. ജേതാക്കൾ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. ജേതാക്കൾ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. ജേതാക്കൾ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. ജേതാക്കൾ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. ഓക്കെ, താഴെ തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അടുത്ത പോയിന്റ്. ഭാഗ്യചിഹ്നം മിട്ടു എന്ന തത്ത. 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 ഓക്കെ, എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞു. ഭാഗ്യചിഹ്നം മിട്ടു എന്ന തത്ത. ഓക്കെ, അടുത്തത് ഒരു പോയിന്റ് താഴോട്ട് എഴുതിക്കോ. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി, കോമ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി. ഏറ്റവും വലിയ വള്ളംകളി, കോമ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി, കോമ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി. ഇത് രണ്ടും നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളിയും നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് നമ്മൾ പഠിച്ചതായിരുന്നു പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. ലാസ്റ്റ് പഠിച്ചതാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. എഴുതിക്കോ. നടക്കുന്നത് അഷ്ടമുടിക്കായൽ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി, കോമ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി, കോമ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഓക്കെ, എഴുതിയ. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്ന പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. ഓക്കെ, എഴുതിക്കോ. നടക്കുന്നത് അഷ്ടമുടിക്കായൽ, കൊല്ലം. നടക്കുന്നത് അഷ്ടമുടിക്കായൽ, കൊല്ലം. നടക്കുന്നത് അഷ്ടമുടിക്കായൽ, കൊല്ലം. നടക്കുന്നത് അഷ്ടമുടിക്കായൽ, കൊല്ലം. അടുത്ത രണ്ടാമത്തെ പോയിന്റ്. കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി. രണ്ടാമത്തെ പോയിന്റ്, കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി. അടുത്ത രണ്ടാമത്തെ പോയിന്റാണ് കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി. രണ്ടാമത്തെ പോയിന്റാണ്
കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി. രണ്ടാമത്തെ പോയിന്റാണ് കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി. കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി. മൂന്നാമത്തെ പോയിന്റ് ഏർപ്പെടുത്തിയ വർഷം 2011 ഓഗസ്റ്റ് 30. 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 ഒന്നും കൂടെ പറയാം. നടക്കുന്നത് അഷ്ടമുടിക്കായൽ കൊല്ലം. നടക്കുന്നത് അഷ്ടമുടിക്കായൽ കൊല്ലം. കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ഏർപ്പെടുത്തിയത് 2011 ഓഗസ്റ്റ് 30. എഴുതി കഴിഞ്ഞു നമുക്ക് അടുത്തത് പറയാം. എഴുതി കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പഠിച്ച 4 ഹെഡിങ് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. 4 ഹെഡിങ് മാത്രം. 4 ഹെഡിങ് മാത്രം. നാല് ഹെഡിങ് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ പഠിച്ച 4 ഹെഡിങ്. 4 ഹെഡിങ്ങുകൾ മാത്രം. ഏതൊക്കെ വള്ളംകളികളാണ് നമ്മൾ പഠിച്ചത്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി, ലാസ്റ്റ് വൺ പഠിച്ചത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന വള്ളംകളിയാണ് പായിപ്പാടൻ വള്ളംകളി. അടുത്തത് ഏതാണ് വള്ളംകളി? പായിപ്പാടൻ വള്ളംകളി. അടുത്ത വള്ളംകളിയുടെ പേരാണ് പായിപ്പാടൻ വള്ളംകളി. ഓക്കെ, അടുത്ത വള്ളംകളിയുടെ പേരാണ് പായിപ്പാടൻ വള്ളംകളി. ഓക്കെ, അടുത്ത വള്ളംകളിയുടെ പേരെന്താണ്? പായിപ്പാടൻ വള്ളംകളി. ഈ പായിപ്പാടൻ വള്ളംകളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പായിപ്പാടൻ വള്ളംകളി കേരളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ, അതായത് ടൈം ഡ്യൂറേഷൻ എന്താണ്? ദൈർഘ്യം കൂടുതലാണ്. കൂടുതൽ സമയം വേണ്ടി വരുന്നത് ഈ പായിപ്പാടൻ വള്ളംകളിക്കാണ്. അതായത് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളിയാണ് ഏതെന്ന് പറയുന്നത്? പായിപ്പാടൻ വള്ളംകളി. അച്ഛൻ കോവിലാറിൻ്റെ പോഷക നദിയായ പായിപ്പാടൻ നദിയിലാണ് പായിപ്പാടൻ വള്ളംകളി നടക്കുന്നത്. നിങ്ങൾ പായിപ്പാടൻ വള്ളംകളി നടക്കുന്നത് ഓർത്ത് വെക്കാനുള്ളത് അച്ഛൻ കോവിലാറാണ്. ഓക്കെ, പായിപ്പാടൻ വള്ളംകളി ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളിയാണ് പായിപ്പാടൻ വള്ളംകളി. പായിപ്പാടൻ വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അച്ഛൻ കോവിലാറാണ്. അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കോവിലാറിൻ്റെ പോഷക നദിയായ പായിപ്പാടൻ നദിയിലാണ് പായിപ്പാടൻ വള്ളംകളി നടക്കുന്നത്. അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളിയാണ് പായിപ്പാടൻ വള്ളംകളി. നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. നടക്കുന്നത് എവിടെയാണ്? അച്ഛൻ കോവിലാറിലാണ്. ഓക്കെ, അപ്പം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളിയാണ് പായിപ്പാടൻ വള്ളംകളി. പായിപ്പാടൻ വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അച്ഛൻ കോവിലാറിലാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി ഏതെന്നാണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി ഏതെന്നാണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളി നമ്മൾ ഏതെന്നാണ് പറഞ്ഞത്? അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന 2ാമത്തെ വള്ളംകളിയാണ് പായിപ്പാടൻ വള്ളംകളി. ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന 2ാമത്തെ വള്ളംകളിയാണ് പായിപ്പാടൻ വള്ളംകളി. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളിയാണ് പായിപ്പാടൻ വള്ളംകളി. ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന 2ാമത്തെ വള്ളംകളിയാണ് പായിപ്പാടൻ വള്ളംകളി. പായിപ്പാടൻ വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അച്ഛൻ കോവിലാറിലാണ്. അത് എവിടെയാണ്? അത് അച്ഛൻ കോവിലാറിലാണ്. ഓക്കെ, ക്ലിയർ ആയേ? ഇനി നമുക്കുള്ള വള്ളംകളികളെല്ലാം വളരെ കുറച്ച് പോയിന്റുകൾ മാത്രം. അതായത് വള്ളംകളി എവിടെ നടക്കുന്നു, പേരെന്ത്, എവിടെ നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയല്ല? ഈ പായിപ്പാടൻ വള്ളംകളി ക്ലിയർ ആയോ? ഓക്കെ, പായിപ്പാടൻ, അച്ഛൻ കോവിലാറ് ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള 2 വള്ളംകളികളുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോളണം. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള 2 വള്ളംകളികളുണ്ട്. ഒന്നാമത്തതാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി. ശ്രീനാരായണ ജയന്തി വള്ളംകളിയും രണ്ടാമത്തത് ശ്രീനാരായണ ട്രോഫി വള്ളംകളിയും. ഒന്നാമത്തത് ശ്രീനാരായണ ജയന്തി വള്ളംകളി, രണ്ടാമത്തത് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. ഒന്നാമത്തത് ശ്രീനാരായണ ജയന്തി വള്ളംകളി, രണ്ടാമത്തത് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. അങ്ങനെയാണ് എങ്കിൽ ഇത് 2 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ഈ പേരുകൾ നിങ്ങൾ കറക്റ്റ് പഠിക്കണം. ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളിയുമുണ്ട്, ശ്രീനാരായണ ട്രോഫി വള്ളംകളിയുമുണ്ട്. ഇവിടെ നമ്മൾ ട്രോഫി എന്ന് പറയുന്ന ഒരു വാക്ക് ഓർത്ത് വെക്കണം, ഇവിടെ നമ്മൾ ജയന്തി എന്ന് പറയുന്ന വാക്കും ഓർത്ത് വെക്കണം. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യം
ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്ന ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി നടക്കുന്ന അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുമരകം ജലോത്സവം. കുമരകം ജലോത്സവം എന്ന് ചോദിച്ചാൽ അതെന്താണ്? ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളിയാണ്. ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുമരകം ജലോത്സവം. കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി. ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി അറിയപ്പെടുന്ന പേരാണ് കുമരകം ജലോത്സവം. കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളിയാണ് കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നത്. വേറെ ഒന്നുമില്ല, ഇത് അറിയപ്പെടാനുള്ള കാര്യം ഈ ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? കോട്ടയം ജില്ലയിലെ കുമരകത്താണ് നടക്കുന്നത്. അപ്പം എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞ കാര്യം രണ്ട് വള്ളംകളികളെ കുറിച്ചാണ്. ശ്രീനാരായണ ജയന്തി വള്ളംകളിയും ശ്രീനാരായണ ട്രോഫി വള്ളംകളിയും. ശ്രീനാരായണ ജയന്തി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് കുമരകത്താണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുമരകം ജലോത്സവം എന്ന് ശ്രീനാരായണ ജയന്തി വള്ളംകളിയെ അറിയപ്പെടുന്നത്. നിങ്ങൾ ഓർത്തിരിക്കാനുള്ളൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ സാധാരണ ഈ ജയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആഘോഷിക്കുന്നല്ലേ ജയന്തി. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ജന്മദിനം ആഘോഷിക്കുന്നത് നമ്മുടെ നമ്മൾ കുമാരൻ എന്ന് പറയുന്നത് നമ്മുടെ കൗമാര പ്രായം, അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ പ്രായത്തിലാണ് കൂടുതലായിട്ട് ജന്മദിനം ആഘോഷിക്കുന്നത്. പ്രായം കൂടുന്നതോറും ജന്മദിന ആഘോഷമൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിരിക്കുക. ജയന്തി എവിടെയാണ്? അത് കുമരകത്താണ്. ഓക്കെ, ജയന്തി എന്ന് പറയുന്നത് കുമരകത്താണ്. ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുമരകത്താണ്. അതുകൊണ്ട് കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നത് കുമരകം എന്ന് പറഞ്ഞാൽ കോട്ടയത്താണ്. രണ്ടാമത് പറയുന്നത് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ട്രോഫി വള്ളംകളി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കന്നേറ്റിക്കായലിലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി എവിടെയാണെന്ന് ചോദിച്ചാൽ കന്നേറ്റിക്കായൽ. ഓക്കെ, ശ്രീനാരായണ ട്രോഫി വള്ളംകളി വേമ്പനാടല്ല, അത് കന്നേറ്റിക്കായലിലാണ്. കൊല്ലം ജില്ലയിലെ കന്നേറ്റിക്കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, കുമരകം വേമ്പനാട്. ഓക്കെ, അതാണ് പറഞ്ഞതല്ലേ. ഓക്കെ, കുമരകം വേമ്പനാട്. അപ്പം നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. ശ്രീനാരായണ ജയന്തി വള്ളംകളിയുമുണ്ട്, ശ്രീനാരായണ ട്രോഫി വള്ളംകളിയുമുണ്ട്. രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. ശ്രീനാരായണ ജയന്തി വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുമരകം ജലോത്സവം. എന്താണ്? ശ്രീനാരായണ ജയന്തി വള്ളംകളി അറിയപ്പെടുന്ന പേരാണ് കുമരകം ജലോത്സവം. എവിടെ നടക്കുന്നു? കുമരകം, കോട്ടയം ജില്ലയിലെ കുമരകത്ത്, അതായത് വേമ്പനാട് കായലിലൊക്കെയാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ശ്രീനാരായണ ട്രോഫി വള്ളംകളിയാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കന്നേറ്റിക്കായലിലാണ്. അതെവിടെയാണ്? കൊല്ലം ജില്ലയിലെ കന്നേറ്റിക്കായലിലാണ് എന്ത് ചെയ്യുന്നത്? ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആയ, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആകരുത്. ശ്രീനാരായണ ജയന്തി വള്ളംകളിയും ശ്രീനാരായണ ട്രോഫി വള്ളംകളിയും ഓക്കെ ആണല്ല. അടുത്തത് പറയാമല്ല. അടുത്തത് പറയുന്നത് നമുക്ക് വളരെ എളുപ്പമുള്ളതും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതുമാണ് മദർ തെരേസ വള്ളംകളി. മദർ തെരേസ വള്ളംകളി എന്ന് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. ഓക്കെ, മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അച്ഛൻ കോവിലാറിലാണ് മദർ തെരേസ വള്ളംകളി നടക്കുന്നത്. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അച്ഛൻ കോവിലാറിലാണ്. അല്ലെങ്കിലും ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, മദറും അച്ഛനും. ഓക്കെ, മദർ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ അമ്മയെന്ന് പറയൂലേ. അപ്പം മദർ തെരേസ എവിടെ നടക്കുന്നു? അച്ഛൻ കോവിലാറിലാണ് നടക്കുന്നത്. ഓക്കെ, മദർ തെരേസ, മദറിൻ്റെ മലയാളം അമ്മയെന്നല്ലേ. അപ്പം മദർ തെരേസ വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് അച്ഛൻ കോവിലാറിലാണ് നടക്കുന്നത്. മദർ തെരേസ വള്ളംകളി എവിടെ നടക്കുന്നു? അച്ഛൻ കോവിലാറിൽ നടക്കുന്നു. മദർ തെരേസ വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അച്ഛൻ കോവിലാറിലാണ് നടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ രണ്ടാമതായിട്ട് പറഞ്ഞത് പായിപ്പാടൻ വള്ളംകളി. പായിപ്പാടൻ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായലിലാണ്. ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകത്താണ്. ഈ നാല് കാര്യങ്ങളും ഓക്കെ ആയല്ലോ. നാല് കാര്യങ്ങളും ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 8 വള്ളംകളികളാണ് പഠിച്ചത്. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന മൂന്ന് വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്ന വള്ളംകളികളാണ്. ഒന്നാമത്തെ വ്യക്തി അയ്യങ്കാളി വള്ളംകളി. ഒന്നാമത്തെ വ്യക്തി എന്താണ്? അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെള്ളായണിക്കായലിലാണ്. ഓക്കെ, അതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിക്കായലിലാണ് അയ്യങ്കാളി വള്ളംകളി. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് വെള്ളായണിക്കായലിലാണ്. ഓക്കെ, അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെള്ളായണിക്കായലിലാണ്. അയ്യങ്കാളി വള്ളംകളി വെള്ളായണിക്കായലിലാണ്. അയ്യങ്കാളി വെള്ളായണി. ഓക്കെ, അയ്യങ്കാളി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് വെള്ളായണിക്കായലിലാണ്.
അടുത്തതായിട്ട് പറയുന്നത് ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളിയാണ്. അടുത്തതായിട്ട് പറയുന്നത് ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചി കായലിലാണ്. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് കൊച്ചി കായലിലാണ്. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചി കായലിലാണ്. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചി കായലിലാണ്. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊച്ചി കായലിലാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്ന്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുളിങ്കുന്ന്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പുളിങ്കുന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വള്ളംകളികളും കൂടിയാണ് പഠിച്ചത്. അയ്യങ്കാളി വള്ളംകളി, ഇന്ദിരാഗാന്ധി വള്ളംകളി, രാജീവ് ഗാന്ധി വള്ളംകളി. അയ്യങ്കാളി വള്ളംകളി, ഇന്ദിരാഗാന്ധി വള്ളംകളി, രാജീവ് ഗാന്ധി വള്ളംകളി. ഓക്കെ, ഇന്ദിരാഗാന്ധി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി കായലിലാണ്. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? വെള്ളായണി കായലിലാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് പുളിങ്കുന്ന് കാസർഗോഡാണ്. അത് പുളിങ്കുന്ന് കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ പഠിച്ച വള്ളംകളികൾ മാത്രം എവിടെ നടക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പഠിച്ചത് നിങ്ങൾ ഓരോ വള്ളംകളികളും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. അതുപോലെ തന്നെ പായിപ്പാടൻ വള്ളംകളി നടക്കുന്നത് അച്ചൻകോവിലാറിലാണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് ശ്രീനാരായണ ജയന്തി ട്രോഫി നടക്കുന്നത് കുമരകത്താണ്. ശ്രീനാരായണ ജയന്തി വള്ളംകളി, ജയന്തി ട്രോഫി അല്ല, ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്താണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായലിലാണ്. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് വെള്ളായണിയിലാണ്. ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചിയിലാണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ആരുടെ പേരിലുള്ള വള്ളംകളിയാണ്? രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്നാണ്. രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് പുളിങ്കുന്നാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന വള്ളംകളിയുടെ പേരാണ് കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി. കുഞ്ഞാലിമരയ്ക്കാർ മെമ്മോറിയൽ വള്ളംകളി. കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഒന്ന് കമൻറ്റ് ചെയ്തു. കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. അത് ചാലിയാറിലാണ്. അത് എവിടെയാണ്? അത് ചാലിയാറിലാണ്. കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചാലിയാറിലാണ്. കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചാലിയാറിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വള്ളംകളികൾ പഠിച്ചു. ഇനി 1-2 കൂടെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് നോട്ട് എഴുതാം. അത് താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? താഴത്തങ്ങാടി ബോട്ട് റേസ്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ താഴത്തങ്ങാടി ബോട്ട് റേസ്. താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? വേണമെങ്കിൽ വലുതായിട്ട് എഴുതിയിടാം. താഴത്തങ്ങാടി ബോട്ട് റേസ്. താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മീനച്ചിലാറിലാണ്. അതെവിടെയാണ്? അത് മീനച്ചിലാറിലാണ്. താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? അത് മീനച്ചിലാറിലാണ്. താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് അത് മീനച്ചിലാറിലാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാരണം ഇനി നമ്മൾ നോട്ടും കൂടെ എഴുതി തീരുമ്പോൾ ക്ലാസ് കഴിയാനുള്ള സമയമാകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇനി നമുക്ക് 1-2 വള്ളംകളികളും കൂടെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ തന്നെ ആകെ ഒരു വള്ളംകളിയുടെ പോയിന്റ് മാത്രമേ 1-2 പോയിന്റ് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ കാര്യമാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ തീരുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയുവാണ്. രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, പായിപ്പാടൻ വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? പായിപ്പാടൻ വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? പായിപ്പാടൻ വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പായിപ്പാടൻ വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? പായിപ്പാടൻ വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? കമൻറ്റ് വരുന്നില്ല. അത് അച്ചൻകോവിലാറിലാണ്. അത് അച്ചൻകോവിലാറിലാണ്. അങ്ങനെയാണെങ്കിൽ പുളിങ്കുന്നിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? പുളിങ്കുന്നിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? പുളിങ്കുന്നിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? പുളിങ്കുന്നിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? രാജീവ് ഗാന്ധി വള്ളംകളി. കൊച്ചി കായലിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? കൊച്ചി കായലിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? ഇന്ദിരാഗാന്ധി വള്ളംകളി. അങ്ങനെയാണ് എങ്കിൽ ചാലിയാറിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? ചാലിയാറിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? ചാലിയാറിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? അത് കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളിയാണ്. അങ്ങനെയാണ് എങ്കിൽ
മീനച്ചിലാറിൽ നടക്കുന്ന വള്ളംകളിയുടെ പേരെന്താണ്? മീനച്ചിലാറിൽ നടക്കുന്ന വള്ളംകളിയുടെ പേരെന്താണ്? മീനച്ചിലാറിൽ നടക്കുന്ന വള്ളംകളിയുടെ പേരെന്താണ്? മീനച്ചിലാറിൽ നടക്കുന്ന വള്ളംകളിയുടെ പേരെന്താണ്? താഴത്തങ്ങാടി ബോട്ട് റേസ് ആണ്. താഴത്തങ്ങാടി ബോട്ട് റേസ്. ഓക്കെ. അയ്യങ്കാളി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അയ്യങ്കാളി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അയ്യങ്കാളി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? അത് വെള്ളായണി കായലിലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? ശ്രീനാരായണ ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് അത് കന്നേറ്റി കായലിലാണ്. അത് കന്നേറ്റി കായലിലാണ്. ശ്രീനാരായണ ജയന്തി വള്ളംകളിയാണ് കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്ന കുമരകത്ത് നടക്കുന്നു. ഓക്കെ, എഴുതിക്കോ, നോട്ട് എഴുതിക്കോ. ബാക്കി പായിപ്പാടൻ വള്ളംകളി അടുത്ത ഹെഡിങ് ആണ്. പായിപ്പാടൻ വള്ളംകളി. പായിപ്പാടൻ വള്ളംകളി. പായിപ്പാടൻ വള്ളംകളി കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി പായിപ്പാടൻ വള്ളംകളിയാണ് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോയിന്റ്. ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന രണ്ടാമത്തെ വള്ളംകളി. ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന രണ്ടാമത്തെ വള്ളംകളി. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന രണ്ടാമത്തെ വള്ളംകളി. 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 അടുത്ത മൂന്നാമത്തെ പോയിന്റ് എഴുതിക്കോ. അച്ഛൻ കോവിലാറിൻ്റെ പോഷക നദിയായ പായിപ്പാട് നദിയിൽ നടക്കുന്നു. 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 ഒരു പോയിന്റ് കൂടി എഴുതിക്കാൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. ഹരിപ്പാട് പറയാൻ വിട്ടുപോയ പോയിന്റായിരുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. ഓക്കെ, അപ്പം പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാം. പായിപ്പാട് വള്ളംകളി കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി. ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന രണ്ടാമത്തെ വള്ളംകളി. അടുത്ത പോയിന്റ് പറഞ്ഞത് അച്ഛൻ കോവിലാറിൻ്റെ പോഷക നദിയായ പായിപ്പാട് നദിയിൽ നടക്കുന്നു. ലാസ്റ്റ് പോയിന്റ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. ഓക്കെ, എഴുതിയായിരുന്നോ? ഓക്കെ, എഴുതിയായിരുന്നോ? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. ഓക്കെ, അടുത്തത് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി. 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 താഴെ എഴുതിക്കോ. കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നു. താഴെ കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി. ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി. താഴെ എഴുതിക്കോ. കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നു. കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നു. കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നു. കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ്
നടക്കുന്നത് കുമരകം കോട്ടയം. നടക്കുന്നത് കുമരകം കോട്ടയം. അതായത് കറക്റ്റ് പറഞ്ഞാൽ വേമ്പനാട് കായലിലൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് കുമരകമാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. കുമരകം കോട്ടയം. നടക്കുന്നത് കുമരകം കോട്ടയം. നടക്കുന്നത് കുമരകം കോട്ടയം. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? സൈഡ് ബ്രാക്കറ്റിൽ വേമ്പനാട് കായലിനും കൂടെ ഇട്ടര കേട്ടോ. സൈഡ് ബ്രാക്കറ്റിൽ വേമ്പനാട് കായലിനും കൂടെ ഇട്ടര. ഒരു പക്ഷേ ഇനി അങ്ങനെ ചോദിച്ചാലോ? ബ്രാക്കറ്റിൽ വേമ്പനാട് കായലിനും കൂടെ ഇട്ടര. ഓക്കെ, അടുത്തത് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. 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 ഓക്കെ, നടക്കുന്നത് കന്നേറ്റി കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായൽ, കൊല്ലം. 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 ഓക്കെ, ഇനി താഴോട്ട് ഓരോന്നും അതിൻ്റെ സൈഡിൽ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം വള്ളംകളി സൈഡിലാണ് നടക്കുന്ന സ്ഥലം എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് അയ്യങ്കാളി വള്ളംകളി. അടുത്തത് അയ്യങ്കാളി വള്ളംകളി. അടുത്തത് അയ്യങ്കാളി വള്ളംകളി, വെള്ളായണിക്കായൽ. അയ്യങ്കാളി വള്ളംകളി, വെള്ളായണിക്കായൽ. അയ്യങ്കാളി വള്ളംകളി, വെള്ളായണിക്കായൽ. അയ്യങ്കാളി വള്ളംകളി, വെള്ളായണിക്കായൽ. അടുത്തത് ഇന്ദിരാഗാന്ധി വള്ളംകളി, കൊച്ചി കായൽ. അടുത്ത രണ്ടാമത്തത് ഇന്ദിരാഗാന്ധി വള്ളംകളി, കൊച്ചി കായൽ. ഇന്ദിരാഗാന്ധി വള്ളംകളി, കൊച്ചി കായൽ. ഇന്ദിരാഗാന്ധി വള്ളംകളി, കൊച്ചി കായൽ. ഇന്ദിരാഗാന്ധി വള്ളംകളി, കൊച്ചി കായൽ. അടുത്തത് രാജീവ് ഗാന്ധി വള്ളംകളി, പുളിങ്കുന്ന്, കാസർഗോഡ്. അടുത്തത് രാജീവ് ഗാന്ധി വള്ളംകളി, പുളിങ്കുന്ന്, കാസർഗോഡ്. 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 അടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി. അടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി. അടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി, ചാലിയാർ. അടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി, ചാലിയാർ. അടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി, ചാലിയാർ. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് താഴത്തങ്ങാടി ബോട്ട് റൈസ്. അടുത്തത് താഴത്തങ്ങാടി ബോട്ട് റൈസ്. താഴത്തങ്ങാടി ബോട്ട് റൈസ് ലാസ്റ്റ് പഠിച്ചതാണ്. താഴത്തങ്ങാടി ബോട്ട് റൈസ്, മീനച്ചിലാർ, കോട്ടയം. ലാസ്റ്റ് പഠിച്ചതാണ് താഴത്തങ്ങാടി ബോട്ട് റൈസ്, മീനച്ചിലാർ, കോട്ടയം. ലാസ്റ്റ് പഠിച്ചതാണ് താഴത്തങ്ങാടി ബോട്ട് റൈസ്, മീനച്ചിലാർ, കോട്ടയം. 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 എഴുതി കഴിഞ്ഞു? എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഒരു 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഈ ടോപ്പിക്കല്ല, നമ്മൾ ഇത്രയും വള്ളംകളികൾ പറഞ്ഞതുകൊണ്ട് ഇനിയും വള്ളംകളികൾ പറഞ്ഞാൽ ബോറായി പോവും. നമുക്ക് സാഹിത്യത്തിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് സാഹിത്യകാരന്മാരും തൂലികാനാമങ്ങളും. സാഹിത്യകാരന്മാരും തൂലികാനാമങ്ങളും. ഞാനൊരു 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 എണ്ണം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 3 എണ്ണം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനുമായിരിക്കും. ഒന്നാമത്തത് കോവിലൻ ആരുടെ തൂലികാനാമമാണ്? കോവിലൻ. കോവിലൻ ആരുടെ തൂലികാനാമമാണ്? കോവിലൻ. കമൻറ്റ് ചെയ്യണം കേട്ടാ. കോവിലൻ. അറിഞ്ഞുകൂടാത്തവർ എഴുതിക്കൊള്ളണം. VV അയ്യപ്പൻ. ഇനിഷ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. VV അയ്യപ്പൻ. കോവിലൻ ആരാണ്? VV അയ്യപ്പൻ. കോവിലൻ ഇനിഷ്യൽ എന്താണ്? VV അയ്യപ്പനാണ് കോവിലൻ. അറിഞ്ഞുകൂടാത്തവർ എഴുതിക്കൊള്ളണം. കോവിലൻ ആരുടെ തൂലികാനാമമാണ്? VV അയ്യപ്പൻ. ഓക്കെ, രണ്ടാമത്തെ തൂലികാനാമമാണ് സൈക്കോ. രണ്ടാമത്തെ തൂലികാനാമമാണ് സൈക്കോ. സൈക്കോ ആരുടെ തൂലികാനാമമാണ്? ഒന്ന് പറയണേ, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. സൈക്കോ. സൈക്കോ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് അടിച്ചാൽ മതി. അറിഞ്ഞൂടാത്തവരും ഒന്ന് ഗസ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. സൈക്കോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൈക്കോ. അറിഞ്ഞൂടാത്തൊരു പാസ് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും കവിയുടെ അങ്ങ് അടിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സാഹിത്യകാരന്മാർ അടിച്ചാൽ മതി. ഓക്കെ, സൈക്കോ.
അത് ഈ മുഹമ്മദാണ്. സൈക്കോ ആരാണ്? ഈ മുഹമ്മദ്. സൈക്കോ ആരുടെ തൂലികാനാമമാണ്? ഈ മുഹമ്മദിൻ്റെ തൂലികാനാമമാണ് സൈക്കോ. സൈക്കോ ആരുടെ തൂലികാനാമമാണ്? ഈ മുഹമ്മദ്. ഒരു തൂലികാനാമം കൂടെ പറയുന്നുള്ളൂ, തോന ഒരു 10 കൂടി പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ല. അത് പ്രഭ എന്നാണ്. പ്രഭ ആരുടെ തൂലികാനാമമാണ്? പ്രഭ എന്നത് ആരുടെ തൂലികാനാമമാണ്? പ്രഭ എന്നത് ആരുടെ തൂലികാനാമമാണ്? പ്രഭ എന്നത് ആരുടെ തൂലികാനാമമാണ്? പ്രഭ എന്നത് ആരുടെ തൂലികാനാമമാണ്? അറിഞ്ഞുകൊണ്ടെങ്കിൽ കമൻറ്റ് പാസ് അടിച്ചോ. പ്രഭ എന്നത് ആരുടെ തൂലികാനാമമാണ്? അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൂലികാനാമമാണ്. ആരുടെ തൂലികാനാമമാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അത് ആരുടെ തൂലികാനാമമാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പോൾ നമ്മൾ 3 തൂലികാനാമമാണ് പഠിച്ചത്. കോവിലൻ VV അയ്യപ്പൻ, സൈക്കോ ഈ മുഹമ്മദ്, പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. കോവിലൻ VV അയ്യപ്പൻ, സൈക്കോ ഈ മുഹമ്മദ്, പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. എഴുതി കഴിഞ്ഞു? നിങ്ങൾ ഈ 3 എണ്ണം എഴുതി കഴിഞ്ഞു? ഈ 3 എണ്ണം എഴുതി കഴിഞ്ഞു? ഓക്കെ. അപ്പോൾ എഴുതി കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞതില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇന്ന് പറഞ്ഞതിൽ തന്നെ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണ്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓക്കെ. നെഹ്റു ട്രോഫി വള്ളംകളി ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി ഏർപ്പെടുത്തിയ വർഷം നെഹ്റു ട്രോഫി വള്ളംകളി ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 1952. അങ്ങനെയാണ് എങ്കിൽ ജലത്തിലെ പൂരം ഏതാണ്? ജലത്തിലെ പൂരം ഏതാണ്? ജലത്തിലെ പൂരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തടിയാണ്? ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തടിയാണ്? ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആഞ്ഞിലിയാണ്. നെക്സ്റ്റ്, മീനച്ചിലാറിൽ നടക്കുന്ന ഒരു വള്ളംകളി നമ്മൾ പഠിച്ചായിരുന്നു. മീനച്ചിലാറിൽ നടക്കുന്ന ഒരു വള്ളംകളി പഠിച്ചായിരുന്നു. നമ്മൾ പഠിച്ചായിരുന്നു. അത് ഏതായിരുന്നു വള്ളംകളി? അത് താഴത്തങ്ങാടി ബോട്ട് റേസ് ആണ്. താഴത്തങ്ങാടി ബോട്ട് റേസ്. അങ്ങനെയാണ് എങ്കിൽ 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നേടിയ ടീം ഏതാണ്? 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നേടിയ ടീം ഏതാണ്? അത് വിയ്യപുരം ചുണ്ടനാണ്. വിയ്യപുരം ചുണ്ടൻ. ഈ വിയ്യപുരം ചുണ്ടന് വേണ്ടി തുഴഞ്ഞത് ക്ലബ്ബ് ഏതായിരുന്നു? വിയ്യപുരം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അങ്ങനെയാണ് എങ്കിൽ ഈ മുഹമ്മദിൻ്റെ തൂലികാനാമം എന്താണ്? ഈ മുഹമ്മദിൻ്റെ തൂലികാനാമമാണ് സൈക്കോ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൂലികാനാമം എന്തായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൂലികാനാമം പ്രഭ. കന്നേറ്റി കായലിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? കന്നേറ്റി കായലിൽ നടക്കുന്നത് ഏത് വള്ളംകളിയാണ്? കമൻറ്റ് വരാൻ താമസിക്കുന്നു. ശ്രീനാരായണ ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ജയന്തി ആണെങ്കിൽ ആ ജയന്തി കുമരകം. അങ്ങനെയാണ് എങ്കിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി ഏതാണ്? അത് ആറന്മുള അല്ല, അത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. അത് പാർത്ഥസാരഥി ക്ഷേത്രമാണ് ആറന്മുള. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് പായിപ്പാട്. ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി ഏതാണ്? ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി പായിപ്പാട്. ഒരു സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളിയോടെയാണ്? ഒരു ചമ്പക്കുളം. ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി ഏതാണ്? ആറന്മുള. ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലാസ് നിർത്തുവാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്? എല്ലാം സെറ്റായിട്ടുണ്ടല്ലോ? പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണല്ലോ? ഓക്കെ, സെറ്റ്. അപ്പം ഓക്കെ, താങ്ക് യു. അപ്പം നിർത്തുവാണ്. ശരി.